ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാനും അമ്മയും ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നേ. അപ്പം ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അവിടെ എല്ലാം തൂക്കുമായിരുന്നേ. ഇവിടെ ഭയങ്കര വെട്ടമാ. സൂര്യൻ എന്നെ വല്ലാതെ ആക്രമിച്ചോണ്ടിരിക്കുക. വൈറ്റമിൻ ഡി കിട്ടും. വൈറ്റമിൻ ഡി അങ്ങനെ പോയാൽ കുറച്ചുകൂടെ കരിയും. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ സൂര്യൻ്റെ ആക്രമണം കണ്ടോ? ഇനിയിപ്പോൾ കുളിക്കുന്നൊന്നുമില്ല. നേരെ ഫ്രഷ് മുഖമൊക്കെ കഴുകി ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് കോടതിയിലോട്ട് പോകണം. കുളിക്കുന്നില്ല. കുളിച്ചാലേ വെയിലല്ലേ, നമ്മൾ വേർത്ത് കുളിക്കുമെന്നല്ലോ, അതും ഒരു കുളിയാണല്ലോ. പിന്നെ രാവിലെ എനിക്ക് ഇനിയിപ്പം കഴിക്കണം, അത് കഴിഞ്ഞ് റെഡി ആകണം, പിന്നെ പോകണം. ഇത് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എനിക്കറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളോട് പറയണേ. എനിക്കറിയത്തില്ല അതെങ്ങനെ എടുക്കണ്ടേ, ഇങ്ങനെയൊക്കെ ഇടണം, എന്തൊക്കെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങ് എടുക്കുക. നിങ്ങളൊക്കെ എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സജഷൻസ് പറഞ്ഞാൽ മതി കേട്ടോ. അതിനു മുൻപ് ചേച്ചിയുടെ മൂത്ത മോന് ജലദോഷമായിരുന്നു, അവനെ ഒന്ന് കാണിക്കണേന്ന് ചേച്ചി പറഞ്ഞു. നമ്മുടെ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നതാണ് ഞാൻ ഈ നോക്കുന്നത്. അവിടെ ചീട്ടെടുക്കുന്നുണ്ട്. പൊരിഞ്ഞ അടി ഒരു ചേട്ടനുമായിട്ട്. ആ ചേട്ടനാണ് കണ്ടിത്. അത് കണ്ടു കഴിഞ്ഞ് ഒപ്പ് ടിക്കറ്റ് എടുത്ത് നേരെ ഡോക്ടറിന്റെ അടുത്തോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു. നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ ജനറൽ ഒ പി. ഇപ്പൊ അത് അവിടുന്ന് മാറ്റി ഇങ്ങോട്ടാക്കി. വായിച്ചു നോക്കിയത് കാര്യം അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കയറിയനെ. നേരെ ഡോക്ടറിനെ കയറി കണ്ടു. ഡോക്ടർ ജലദോഷമാന്ന് പറഞ്ഞു. കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്നുണ്ട്, മരുന്ന് മേടിക്കാൻ നേരെ ഫാർമസിയിലോട്ട് വിട്ടു. ഞാനും ഒരു ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നേ. നല്ല വെയിലുണ്ട്, വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരു ശകലം വെയിൽ പോലും കളയാതെ ഞാൻ കൊള്ളുന്നുണ്ട് ഗൈസ്. ഡെയിലി വൈറ്റമിൻ ഡി എന്നാലും കുറവാണ്, എന്താ ചെയ്യാ. വീഡിയോ എടുത്തോണ്ട് നടന്നു വന്നപ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മുടെ ചെറുക്കനോട് ഇരിക്കുന്നു. പിന്നെ അവനോട് സംസാരിച്ച് അവന്റെ അച്ഛനെ കാണിക്കാൻ വന്നാൽ പിന്നെ അതൊക്കെ തിരക്കി മരുന്ന് മേടിച്ച് അവിടെ തിരക്കില്ലാതെ അതെന്റെ ഭാഗ്യം. അല്ലാത്തപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ അത് മേടിച്ച് നേരെ തിരിച്ചു പോയി. ഇതാണ് ഹരിപ്പാട്ടെ മോർച്ചറി. മോർച്ചറി കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. അതിൻ്റെ അടുത്തൂടെ പോയാലേ എനിക്ക് പേടിയാണ്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ചിന്തിച്ചു കിടക്കും, പ്രേതമുണ്ടോ, വന്നോ, കുത്തുവോ. അയ്യോ എനിക്ക് വയ്യ. എൻ്റെ ചിന്തകളെയും കൊണ്ട് ഒരുപാട് ഞാൻ മെനക്കെടുന്നുണ്ട്. പിന്നെ വണ്ടി എടുക്കാനായിട്ട് പാർക്കിങ്ങിലോട്ട് വന്നു. ഇവരിപ്പോ ഈ പുറവശം പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, തണലുള്ളതുകൊണ്ട് വണ്ടിയെല്ലാം അവിടെ ഇരുന്നോളൂ. അത് നല്ലൊരു ഐഡിയ ആണ് അവർ ചെയ്തത്. പിന്നെ അങ്ങോന്ന് ഇങ്ങനെ വരണം എന്നുള്ളൊരു ടാസ്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒട്ടും സമയം കളയാനില്ലായിരുന്നു. അവനെ വിട്ട് നേരെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എനിക്ക് കോടതിയിലൊക്കെ പോകണമെന്ന്. പിന്നെ അവിടെ വന്നു. മമ്മീനെ കൊണ്ട് പിന്നെ കടയിൽ പോകണമായിരുന്നു. മമ്മിയുടെ ഒരു കൊലുസ് വിളക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് ചെയ്തു. അത് പിന്നെ തട്ടാൻ വിളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു വീഡിയോ എടുത്തിട്ടേന്ന്. പുള്ളി പറഞ്ഞു എന്നെ കാണിക്കില്ലേ, പിന്നെ ഞാനിപ്പോൾ സെലിബ്രിറ്റി ആക്കിയല്ലോ. അത് കഴിഞ്ഞ് എനിക്ക് മമ്മി വെള്ളം മേടിച്ചു തന്നായിരുന്നു. അതും കുടിച്ച് ഞാനിങ്ങി പോന്നു.